മണിക്കൂറുകൾക്കകം ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ കടലോര ജീവിതത്തിന് അർദ്ധവിരാമം. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ 52 ദിവസം ആഴക്കടലിലേക്കില്ലാതെ കടലോര ജീവിതം മാത്രം. ട്രോളിംഗ് നിരോധനം വരുന്നതോടെ ചെറുവള്ളങ്ങളിലും മറ്റുള്ള മീൻപിടുത്തമേ ഇനിയാകാവൂ. എന്നാൽ കനത്ത മഴയും കാറ്റും ഇതിന് തടസ്സമാകുമെന്നതും മത്സ്യത്തൊഴിലാളികളിൽ ആശങ്കയുണ്ടാക്കുന്നു. അതേസമയം ആഴക്കടലിൽ പോയിരുന്ന ട്രോൾ ബോട്ടുകൾ ഭൂരിഭാഗവും തിരിച്ചെത്തി. ബോട്ടുകൾ സുരക്ഷിതമാക്കുന്ന തിരക്കിലാണ് മത്സ്യത്തൊഴിലാളികൾ. ബോട്ട് കടലിലേക്ക് പോകണമെങ്കിൽ തന്നെ വലിയ ബോട്ട് ആഴ്ചയിൽ 4000 ലിറ്റർ ഡീസൽ വേണം, ചെറിയ ബോട്ട് 1000 ലിറ്റർ ഡീസൽ വേണം. അപ്പോൾ അത് 4000 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ മീൻ കിട്ടണം. ഇത് പോയി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീസലിന്റെ പൈസ പോലും കിട്ടില്ല. മീൻ ലഭ്യതയിലുണ്ടാകുന്ന കുറവ് തീരദേശത്തും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധി തീർക്കും. ആഴക്കടൽ മീൻപിടുത്തം വിലക്കിയതോടെ ചെറുവള്ളങ്ങളിലും മറ്റുമുള്ള മീൻപിടുത്തമേ ഇനിയാകാവൂ. എന്നാൽ കനത്ത മഴയും കാറ്റും ഇതിന് തടസ്സമാകുമെന്നതാണ് ആശങ്ക. ചുമട്ട് തൊഴിലാളികൾ, ഐസ് പ്ലാന്റ് ജീവനക്കാർ, മത്സ്യവിൽപ്പനക്കാർ, ഉണക്കമീൻ നിർമ്മാതാക്കൾ എന്നിവരെയെല്ലാം ഇത് ബാധിക്കും. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ബോട്ടുകളും ഇന്ന് ഹാർബറിൽ എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് ബോട്ടും കൂടി എത്താനുള്ളൂ. ഇന്ന് അർദ്ധരാത്രി 12 മണി മുതൽ ട്രോളിംഗ് നിരോധനം, 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ്. ആ സമയത്ത് ബോട്ടുകൾക്ക് സാധാരണഗതിയിൽ അറ്റകുറ്റപ്പണിക്കൊന്നും ഒരു ധനസഹായം സർക്കാരിന്റെ ഭാഗത്ത് കിട്ടുന്നില്ല. ഇതിപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ബോട്ടുകൾ ലക്ഷക്കണക്കിന് റുപ്യ സർക്കാരിലേക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖലയാണ് ഫിഷിംഗ് മേഖല. അപ്പോൾ ഈ ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിർത്തിയിടുമ്പോൾ ബോട്ടുകൾക്ക് എന്തെങ്കിലും ധനസഹായം ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ട്രോളിംഗ് നിരോധന സമയത്ത് എല്ലാ ബോട്ടും റിപ്പയറും അറ്റകുറ്റപ്പണിക്കായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഇതുപോലെ സഹായങ്ങൾ കിട്ടണം. അതുപോലെ തന്നെ ഇപ്പോൾ അടിക്കടിക്ക് കയറി വരുന്ന ഡീസലിന്റെ വിലക്കയറ്റം കൊണ്ട് അതുകൊണ്ട് ബോട്ടിന്റെ ഉടമകൾക്കും തൊഴിലാളികൾക്കും ഇത് പണിക്കുമായിട്ടൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഡീസലിന്റെ സബ്സിഡിയും വേണം. മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും ഈ സമയത്ത് ഏർപ്പാടാക്കണമെന്ന് നമുക്ക് പറയാം. പാചകവാതക വില വർധന ഉണ്ടാക്കിയ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനത്തിന് ഇനി മീനിനും നൽകണം പൊള്ളുന്ന വില. പ്രധാനമായും മത്തി, അയല, പാര, പരവ, ചൂര, നത്തോലി എന്നീ മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാലാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും മോട്ടോർ ഘടിപ്പിക്കാത്ത വള്ളങ്ങൾക്കും കടലിൽ പോകാൻ തടസ്സമില്ല. എന്നാൽ മീൻ ലഭ്യത വൻതോതിൽ കുറയും. വളർത്തു മത്സ്യങ്ങൾ, പുഴമീനുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ കൂടും. ആഴക്കടലിൽ പോയിരുന്ന ട്രോൾ ബോട്ടുകൾ ഭൂരിഭാഗവും തിരിച്ചെത്തിയിട്ടുണ്ട്. ബോട്ടുകൾ സുരക്ഷിതമാക്കുന്ന തിരക്കിലാണ് മത്സ്യത്തൊഴിലാളികൾ. എഞ്ചിൻ പണി, പെയിന്റിംഗ്, വലകളുടെ കേടുപാട് തീർക്കൽ എന്നിവയ്ക്കുള്ള സമയമാണ് ഇനി. അനധികൃത മീൻപിടുത്ത രീതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് NCV.